വെൽക്കം ടു ബൈറ്റ്സ് ആൻഡ് ബോർഡേഴ്സ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും യാത്ര തുടങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് വയനാട്ടിലെ തന്നെ ഏറ്റവും വലുതും കാണാൻ വളരെ ഭംഗിയുള്ളതുമായ ഒരു ചർച്ചിലേക്കാണ്. സുൽത്താൻ ബത്തേരി ഊട്ടി റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ബത്തേരിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റോഡിന് ഇടതുവശത്തായാണ് ഈ പള്ളിയുള്ളത്. അങ്ങനെ അവിടെ നിന്നും നേരെ പോകുന്നത് വയനാട്ടിലെ തന്നെ പ്രശസ്തമായ എടക്കൽ ഗുഹ കാണാനായിരുന്നു. മലവയൽ അമ്പൂത്തി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ പറഞ്ഞ അമ്പൂത്തിയിലെ പ്രശസ്തമായ അമ്പൂത്തി മലനിരകളിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടുകൂടിയാണ് അമ്പൂത്തി. അതുകൊണ്ടെല്ലാമാണ് ഈ ട്രിപ്പ് എടക്കൽ ഗുഹയിലോട്ടാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും. ഇനി ഞാൻ എടക്കൽ ഗുഹയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിൽ അമ്പൂത്തി മലയുടെ മുകളിൽ ഒരു വിള്ളൽ രൂപപ്പെടുകയും ആ വിള്ളലിൻ്റെ ഭാഗമായി അതിൽ നിന്നും വീണുറച്ച വലിയ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയ്ക്ക് കാരണമായത്. എടക്കൽ ഗുഹയിലേക്ക് പോകുന്ന വഴി തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് എടുത്താൽ മാത്രമേ മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും എടക്കൽ കേവ് ടിക്കറ്റ് കൗണ്ടറിലും ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ പൈസ എടുത്ത് മാത്രം വന്നാൽ മതി എല്ലാവരും. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക്. പോകുന്ന വഴികളിലെല്ലാം പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നതും അതുമായി അനുബന്ധിച്ചുള്ള കാര്യങ്ങളും. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ചെറുതും വലുതുമായ കടകൾ കാണാൻ സാധിക്കും. ഇവിടെ കൂടുതലായും ഉള്ളത് കരകൗശല വസ്തുക്കളാണ്. അവിടെ നിന്നും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് കയറുമ്പോൾ അവിടെ ഒരു 12D തിയേറ്റർ ഉണ്ട്. ഞങ്ങൾ അവിടെ കയറി ഒരു ഷോ കണ്ടതിന് ശേഷമാണ് പോയത്. സീറ്റിന്റെ മൂവ്മെന്റ്സ് ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിലായിരിക്കുന്നതിന് ശേഷം ഇതായിരിക്കും ആ മൂവ്മെന്റ്സ് വരിക. ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക്, ഇതാണ് മൂവ്മെന്റ്സ്. ഓക്കെ, സീറ്റിന്റെ അടിയിൽ നിന്നൊക്കെ എഫക്ട്സ് ഉണ്ടാവും. തെറ്റിദ്ധരിക്കുന്ന ബാക്കിൽ നിന്ന് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നല്ല, എഫക്ട്സ് മാത്രമാണ്. ഓക്കെ, വിഷ്വൽ ഗ്രാൻഡ് കെനിയൻ അമേരിക്കയിലെ റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലൂടെ നിങ്ങൾക്ക് ഞാനൊരു വാഹനം തന്ന് നിങ്ങളോട് യാത്ര പോയാൽ എങ്ങനെ ഉണ്ടാവും? ആ വാഹനത്തിന് കുറച്ച് ബ്രേക്കും ബെല്ലും ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ ഫീലാണ് കേട്ടോ. നമ്മൾ എന്ത് കാണുന്നോ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ചെയ്യാം. ഞാൻ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിട്ടു ഇങ്ങനെയൊക്കെ ചിരിച്ചു. നമുക്ക് എന്ത് ഫീലിങ്സ് വരുന്നു ഔട്ട് ചെയ്ത് കാണാം. ഒരിക്കലും മിണ്ടാണ്ട് ഇതായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. എന്റർടൈൻ ചെയ്യാം. പേരെന്താ? സോബിൻ. സോബിൻ. മിഥുൻ. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് മിഥുൻ. ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോ സോബിൻ ആൻഡ് മിഥുൻ, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ നിങ്ങൾ തന്നെ. ലെറ്റ്സ് ഗോ. മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഈ ഷോയ്ക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്. ആ ഒരു എമൗണ്ടിന് തീർത്തും വേർത്തായിട്ടുള്ള ഒരു ഷോ തന്നെയാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് കുരങ്ങുകളെ കാണാൻ കഴിയും. നമുക്കത് നല്ല രസമായി തോന്നുമെങ്കിലും ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തീർത്തും ശല്യമായി കൊണ്ടിരിക്കുകയാണ് ഇവ. ഇവിടെ നിന്നും നമ്മുടെ കയ്യിൽ സ്നാക്സ് വല്ലതും ഉണ്ടെങ്കിൽ ബാഗിലോ പോക്കറ്റിലോ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഇനിയും ഒരുപാട് നടക്കാനുണ്ട് ഗുഹയിലെത്താൻ. ഇപ്പോൾ സ്റ്റെപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും വളരെ പ്രയാസമാണ് മുകളിലേക്ക് എത്തിച്ചേരാൻ. ഇവിടെ പ്രധാനമായും 2 ഗുഹകളാണ് ഉള്ളത്. നമ്മൾ ആദ്യം എത്തുന്ന ഗുഹയിൽ കൊടും വേനലിൽ പോലും വറ്റാത്ത ഒരു ഉറവിയുണ്ട്. അവിടെ റിങ് കെട്ടി അതിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ലഭ്യതയിൽ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനുമായിരിക്കാം അവർ ഇത്രയും ഉയരത്തിലുള്ള ഗുഹകൾ വാസസ്ഥലമാക്കിയത്.
ആദ്യത്തെ ഗുഹയിൽ നിന്നും അല്പം കൂടി മുകളിലോട്ട് കയറുമ്പോൾ വലുതും ശിലാലിഖിത അവശേഷിപ്പുകളുമുള്ള ഗുഹയിലേക്ക് എത്തും. മുകളിലെത്തുമ്പോൾ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് കാണാൻ സാധിക്കുക. ഫാൻഡർ റോക്ക്, കാരാപ്പുഴ, അമ്പലവയൽ, മീനങ്ങാടി തുടങ്ങി വയനാടിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഇവിടേക്ക് കയറുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കയറി കുറച്ച് ദൂരം പിന്നിടുമ്പോൾ എന്തിനിത്രയും കഷ്ടപ്പെട്ട് കയറണമെന്ന തോന്നലുണ്ടായേക്കാം. എന്നാൽ അതിനുള്ള ഉത്തരം ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനമായ എടക്കൽ ഗുഹയും അവിടുത്തെ വിശേഷങ്ങളും കാണാം. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഗൈഡുകളുണ്ട്. അവർ നിങ്ങൾക്ക് എല്ലാം വിശദമായി പറഞ്ഞു തരുന്നതാണ്. ചിത്രങ്ങളാണ്, ആളുകളുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപങ്ങളാണ്. ഇത് കണ്ടുപിടിക്കുന്നത് 1894 ആളുകളുടെ മൃഗങ്ങളുടെ രൂപങ്ങൾ വരയ്ക്കാൻ കാരണം അവർക്ക് ആ സമയത്ത് ലാംഗ്വേജ് ഇല്ലായിരുന്നു. ചിത്രങ്ങളിലൂടെയാണ് വരച്ചു വെച്ചത്. ഇതിന് മുന്നേ ഉള്ളത് പാലിയോലിത്തിക്, അതെല്ലാം ഫ്രൂട്ട്സ് ഇടിച്ച് വെച്ച് കളറിലേക്ക് ചിത്രങ്ങൾ വരച്ചു വെച്ചു. ഇവിടെ സ്റ്റോൺ വേർപ്പൻസ് വെച്ച് കൂറി വരച്ച് പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. എടക്കലിന് പേരുള്ള കാരണം ഇടയ്ക്ക് ഈ കല്ല് തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് എടക്കൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. 30,000 വർഷം കേവിൽ പഴക്കം. 894. ഈ ഗുഹയിൽ നിന്നും 2 വലിയ പാറകൾക്കിടയിലൂടെയുള്ള ഒരു വ്യൂ ഉണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത് വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. എന്നാൽ നേരിട്ട് കാണുവാൻ ഇത് വളരെ മനോഹരമാണ്. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇവിടെ നിന്നും ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലവയലിലേക്കാണ്. അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്. അവനെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് മുകളിൽ തന്നെ ആയത് കാരണം അധികം നടക്കേണ്ടി വന്നില്ല വീണ്ടും താഴേക്ക്. ഒരുപാട് ആൾക്കാർ താഴെയുള്ള പാർക്കിങ്ങുകളിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അമ്പലവയൽ ടൗൺ. ഗൈസ്, നമ്മളെ കൂട്ടുകാരെ ഷാനുനെ കാണാൻ വന്നതാണ്. ഷാനു ഇവിടെ എല്ലാം പച്ചക്കറി മർച്ചൻ്റാണ്. എനിക്ക് കൊണ്ട് കേട്ടില്ലേ, പാവ നിൽക്കണമൊക്കെ നഞ്ഞ കോഴിനെ പോലെ. ആര് വ്ളോഗിൽ വന്ന് എന്നും മുണ്ടിൽപേട്ടയാ? ഹൈദരാബാദ് പോകാൻ നിൽക്കാം. ഒരു ദിവസം മുണ്ടിൽപേട്ട സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കമ്പി എടുത്ത് വിറ്റവരാണ്. നീ ലീവ് എടുത്തോ? ഇന്ന് പോവാ കയറി. നമുക്ക് മൂന്നാക്കൂടെ കോൺഫറൻസ് ലീവ് പിടിച്ചോ പോലെ. ഇങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ ചോദിക്കുന്നത്. നിന്നെ കൊണ്ടുപോയി പിന്നെ വേറെ ആരുടെ കൊണ്ടുപോകുന്നു? സെറ്റായില്ലേ? അങ്ങനെ അവൻ്റെ അടുത്ത് അല്പസമയം സംസാരിച്ച് ഞങ്ങൾ വയനാട്ടിൽ തന്നെ അമ്പലവയലിലുള്ള മറ്റൊരു അധികം ആർക്കും അറിയാത്ത, എന്നാൽ വയനാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ മനോഹരമായ ഒരു പാറക്കുളത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ കാണുന്ന ഈ കോറികളെല്ലാം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവയാണ്. അമ്പലവയൽ പരിസരത്ത് ധാരാളമായി കോറികളുള്ള സ്ഥലങ്ങളാണ്. പരിസ്ഥിതിപരമായ കാരണങ്ങൾ കൊണ്ടെല്ലാമായിരിക്കാം ഈ കോറികളെല്ലാം തന്നെയും പൂട്ടിയത്. ഇവിടുത്തെ പണികളെല്ലാം നിർത്തിവച്ചതിന് ശേഷം ഇവിടെയുള്ള വലിയ വലിയ പാറക്കെട്ടുകളിൽ വെള്ളം നിറയുകയും കാണാൻ മനോഹരമായ കുളങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷമായിരിക്കാം ഇവിടുത്തെ പ്രദേശവാസികളും പുറത്തു നിന്നുള്ളവരെല്ലാം ധാരാളമായി ഇവിടേക്ക് എത്താൻ തുടങ്ങിയത്. ഇതിലും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലോട്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.